2 years ആയിട്ട് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഷുഗർ കട്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഷുഗർ കട്ട് ചെയ്യാനാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ് ഞാൻ പറയുള്ളൂ. ഷുഗർ കട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സീതാഫൽ. സീതാഫലിന്റെ സീസൺ കഴിഞ്ഞു. സോ ഇപ്പോൾ മാംഗോ സീസൺ ആണ്. നിങ്ങൾ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഉള്ളപ്പോൾ നിങ്ങൾ മാംഗോ കഴിക്കുക. അപ്പൊ നിങ്ങൾ പറയും മാംഗോ ഷുഗർ അല്ലേന്ന്. നിങ്ങൾ ഒറ്റയടിക്ക് പ്രോസസ്ഡ് ഷുഗറും നാച്ചുറൽ ഷുഗറും കൂടി നിർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീതാഫൽ പോലത്തെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഷുഗർ ക്രേവിങ്സ് തോന്നിയപ്പോ ഒക്കെ ഞാൻ സീതാഫലിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ മാംഗോ സീസൺ ആണ്. നിങ്ങൾക്ക് ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഉള്ളപ്പോൾ നിങ്ങൾ മാംഗോ കഴിക്കുക. നിങ്ങളുടെ ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴേക്കും ആ മാംഗോ സീസണും കഴിഞ്ഞിട്ടുണ്ടാവും. സോ കുറെ പേര് ചോദിക്കും എന്തിനാണ് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് മരിച്ചൂടെന്ന് ചോദിക്കും. അവരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഹാപ്പിനെസ് ആണ്. ചിലർക്ക് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ഹാപ്പിനെസ് കിട്ടാം. എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ട് എന്നെ കാണുമ്പോഴാണ് എനിക്ക് ഹാപ്പി ആവുന്നത്. ഓരോരുത്തരുടെ ഹാപ്പിനെസ് ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ആണോ നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഹാപ്പി ആക്കാന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിനൊരു ആൻസർ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യുക. സോ ഈ ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് അത് ഒരു പ്രൗഡ് ആയിട്ട് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ ഡിഫറെന്റ് വേയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ എല്ലാവരും അങ്ങനത്തെ രീതിയിലല്ല ചിന്തിക്കുന്നത്. ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾ ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാണ്ട് ഓരോ അഭിപ്രായം പറയാൻ പോകരുത്. ഓരോ ആൾക്കാരുടെ ഡിസിഷൻസ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ബിക്കോസ് അത് അവരുടെ ഡിസിഷൻ ആണ്. അതാണ് കാര്യം. അതായത് നിങ്ങളുടെ അഭിപ്രായം അവരുടെ അഭിപ്രായം എല്ലാം ഡിഫറെന്റ് ആണ്. ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണ്. സോ അത് മനസ്സിലാക്കുക.